ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പം ആദർശും നവിയുടെ 28 കെട്ട്, നവിയുടെ 28 കെട്ടല്ല സോറി, നവിയുടെ കുഞ്ഞിന്റെ 28 കെട്ടിന് പോകാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ അഭി അങ്ങോട്ടേക്ക് വരികയാണ്. അഭി അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട്, ഏട്ടാ ഇത് എത്ര നാൾ നമ്മൾ മൂടി വെക്കും, ഇത് എത്ര നാൾ നമുക്ക് മൂടി വെക്കാനായിട്ട് സാധിക്കും? ഇപ്പൊ 28 കഴിഞ്ഞ് നവ്യ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ശരിയാണ്. പക്ഷേ നവ്യ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവളുടെ അച്ഛനും അമ്മയും അവളെ കൊണ്ടാക്കാൻ വേണ്ടി വരും. അന്ന് അവരറിയില്ലേ സത്യങ്ങളൊക്കെ? ആദർശേട്ടന്റെ മുഖം മൂടി അഴിഞ്ഞു വീടില്ലേ? ആരുടെ മുഖം മൂടിയാടാ അഴിഞ്ഞു വീഴുന്നത്? ഞാൻ എന്തിനാ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്? ഞാൻ മുഖംമൂടിയൊന്നും അണിഞ്ഞിട്ടില്ല. എൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴാനായിട്ട് ഇവിടെ മുഖംമൂടി അണിഞ്ഞവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാതെ നോക്കിയാൽ മതി എന്ന് പറയുമ്പം, അല്ല എന്തോ അർത്ഥമൊക്കെ ആദർശേഷൻ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എന്തർത്ഥം വെച്ച് സംസാരിച്ചാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആദർശേട്ടൻ്റെ ഭാര്യയാണ് ഇത്രയും അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആദർശേട്ടൻ്റെ ഭാര്യ ഇവിടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. ഞാൻ പറയുമെന്ന് പറഞ്ഞതല്ലാതെ ഞാനൊന്നും കൈവിട്ട് പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പം എനിക്ക് പറയാൻ തോന്നിയാല് ചിലപ്പോൾ ഞാനത് പറയും. അപ്പൊ നമ്മുടെ അനി ഇങ്ങോട്ട് വന്നിട്ട്, ഓ എങ്കിൽ പിന്നെ നീ ഒരു മൈക്ക് സെറ്റ് അങ്ങ് വെച്ചിട്ട് വിളിച്ചങ്ങോട്ട് പറയടാ, നീ നടന്ന് റോഡിലൂടെ വിളിച്ച് പറ, അനൗൺസ്മെന്റ് ചെയ്യ്, ഇവിടെ ആദർശിനൊരു കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞ് കയറി വന്നെന്ന് പറ അഭിയേട്ട എന്ന് തന്നെ ഇങ്ങനെ നമ്മുടെ അനി പറഞ്ഞപ്പം പെട്ടെന്ന് ആദർശ് കയറി അവിടെ ഇടപെടും. ആദർശ് പറഞ്ഞു, എന്തിനാ അനി ഞങ്ങളുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്ക്, എന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കണത്? അതിന്റെ കാര്യമില്ല, നിങ്ങൾ എന്തിനാ വെറുതെ വഴക്ക് കൂടുന്നത്? എങ്ങനെ വഴക്ക് കൂടാതിരിക്കും? ഇവനെ ഏട്ടാന്നല്ല വിളിക്കേണ്ടത്, ഇവനെ അഭിന്ന് തന്നെ ഞാൻ വിളിക്കുന്നുള്ളൂ. കാരണം ഇവൻ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എടാ, ഏട്ടന് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അഭി നീ കൂടുതൽ കളിക്കരുത്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു, ആര് പറഞ്ഞു? ദേ ഈ നിൽക്കുന്ന ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ആ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് കൊലപാതകമായിരിക്കും. ഒന്നെങ്കിൽ ആദർശേട്ടൻ അവരെ കൊല്ലും, അല്ലെങ്കിൽ അവർ ആദർശേട്ടനെ കൊല്ലും. ഇത് കേട്ടത് നമ്മുടെ ആദർശ് പറഞ്ഞു, അഭി നീ ഇപ്പൊ ഈ വിഷയമൊക്കെ വിട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഇവിടെ ആരും സംസാരിക്കണ്ട. എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് അറിയാം, അവൾ എൻ്റെ കൂടെയുണ്ട്. എനിക്കത് തന്നെയാ എൻ്റെ വിശ്വാസവും ബലവും ഒക്കെ. അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ ധരണം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ നിന്ന് സംസാരിക്കാതെ നിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ ഇന്ന്, നീ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും അഭി ഇത് കേട്ടിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അനി പറഞ്ഞത്, അല്ല ഏട്ടാ ഇനിയിപ്പം എന്താ ഏട്ടാ ചെയ്യുന്നത്? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതിന് എന്താ പരിഹാര മാർഗം എന്നൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല ഏട്ടൻ പണ്ട് എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ? പണ്ടെന്നോ? അപ്പൊ പണ്ടും എനിക്ക് അനഘയുമായിട്ട് ബന്ധമുണ്ടെന്നാണോ നീ പറയുന്നത്? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നേരത്തെ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഈ കുഞ്ഞ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അഭി ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാം തുറന്നു പറയുന്ന ഏട്ടൻ എന്തിനാ ഇത് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഓ, ഇത് പറയാൻ പറ്റുന്ന അത്രയ്ക്ക് വലിയ കാര്യമാണല്ലോ മറച്ചു വെക്കാതിരിക്കാനായിട്ട്. എടാ, ഇത് പറയാൻ പറ്റുന്ന കാര്യമല്ലാത്തത് കൊണ്ടാ ഞാൻ നിന്നോട് പറയാത്തത്. ഇത് മറച്ചു വെക്കേണ്ട കാര്യം ആയതുകൊണ്ടാ ഞാൻ മറച്ചു വെച്ചത്. പിന്നെ അത് നയന മറ നീക്കി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നിനുമല്ല, എൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാ. പിന്നെ നീ ഒരു കാര്യം ഓർത്തിരുന്നു, ഉടനെ തന്നെ ആരാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് തെളിയും. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അനി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി ചോദിച്ചു, അതെങ്ങനെ തെളിയും? അതൊക്കെ തെളിഞ്ഞോളും. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ വരുന്നില്ലേ നൂലുകെട്ടിന്? ഓ, വരാതിരിക്കുന്നത് എങ്ങനെയാ? അല്ല അനാമിക വരുന്നുണ്ടോ? അവളുടെ കാര്യം എനിക്കറിയില്ല. ഈ സമയത്ത് വീണ്ടും നമ്മുടെ നന്ദൂനി ആട്ടോ കാണിക്കുന്നത്. കുറച്ച് ദിവസമായല്ലോ. അപ്പൊ നന്ദൂനി അനി വിളിക്കുകയാണ്. അപ്പൊ നന്ദു ഫോൺ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ പെട്ടെന്ന് ആ ട്രെയിനർ വന്നിട്ട് ഫോൺ അങ്ങ് കയ്യിൽ നിന്ന് മേടിക്കുക. അപ്പൊ അനിന്ന് ഇങ്ങനെ അടിച്ചിട്ടേക്കുന്ന കാണാലോ. അപ്പം ആ ട്രെയിനർ ഫോൺ ഇങ്ങനെ മേടിച്ചു. ഫോൺ മേടിച്ചിട്ട്, ഈ അനിയാണോടി നിന്റെ ആള്? അത് അനി എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാ. ഓഹോ, അപ്പം നിന്റെ ഒരു ചേച്ചി അല്ലല്ലോ, നിനക്ക് രണ്ട് ചേച്ചിമാരും ഒരു വീട്ടിലേക്ക് തന്നെയല്ലേ കെട്ടിച്ചിരിക്കുന്നത്? അത് അത് അതെങ്ങനെ സാറിനറിയാം? എടീ, നിന്നെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും എനിക്കറിയാം. അപ്പൊ നമ്മുടെ നന്ദു മനസ്സിലിങ്ങനെ വിചാരിക്കുക, അപ്പം മനഃപൂർവ്വം തന്നെ ഇയാള് എന്നെ വലയിൽ വീഴ്ത്താൻ വേണ്ടി വന്നതാ, ആരോ ഇയാൾ എന്നെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഇയാൾ ചോദിച്ചു, അല്ല നീ എന്താ ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നത്? നിനക്ക് എന്നെ നന്നായിട്ട് അറിയാന്നല്ലേ? ഏതായാലും നിനക്ക് എന്നെ നന്നായിട്ട് അറിയാം. അല്ല ട്രെയിനിങ് സമയത്ത് നിനക്ക് എന്താ ഇവിടെ കാര്യം?
ആ ഞാനിവിടെ ഇവിടെ വിശ്രമിക്കാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇവിടെ വിശ്രമിക്കുന്നത്? ഓ, വിശ്രമിക്കുന്നതാണ് നിന്റെ വിഷയം. എന്നാ പിന്നെ ഞാൻ ഇനി നിനക്ക് വിശ്രമിക്കാൻ സമയം തരുന്നില്ല. അതെ, നിന്നെപ്പോലെയുള്ള തൻ്റെടികളെ ഇഷ്ടപ്പെടുന്നവർ ചിലർ പുറത്തൊക്കെ ഉണ്ട്. ആ അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോ ഒരു കാര്യം പറയാനുള്ളത്, ഉം, നീ ഇപ്പൊ ഒരു 100 റൗണ്ട് ഓട്. ഇത് എന്തിനാ സാറേ എനിക്കിങ്ങനെ പണിഷ്മെന്റ് തന്ന് മനഃപൂർവ്വം ദ്രോഹിക്കുന്നത്? ഞാൻ നിന്നെ എപ്പോഴാ മനഃപൂർവ്വം ദ്രോഹിക്കുന്നത്? നിന്റെ പ്രവൃത്തിയാ നിന്റെ ശത്രു, ഒരിക്കലും അല്ല സാർ. നോ നോ, ഞാൻ പറയുന്നതാ ശരി, ഞാൻ പറയുന്നത് മാത്രമാ ശരി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ദേ, ഞാൻ പറഞ്ഞല്ലോ, നല്ല 100 റൗണ്ട് ഓടുക. അല്ലെങ്കിൽ വേണ്ട, ദേ ഇപ്പൊ നിന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നീ ആ ബോളുമായിട്ട് ഗ്രൗണ്ടിൽ പോണം. എന്നിട്ട് നീ ആ ബോള് ഇട്ട് കളിക്കണം. അപ്പം സങ്കല്പം മാത്രമാണ്, സങ്കല്പം അത്ര രീതിയിൽ സങ്കല്പിച്ച് കയ്യിലൊരു ബോൾ ഉള്ളതായിട്ട് തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് പോലെ കളിക്കുക. ചെല്ല് ചെല്ല് ചെല്ല്, പെട്ടെന്നാവട്ടെ, ഇനി വെച്ച് താമസിക്കണ്ട. നിന്നെ അത്തരം പ്രകടനങ്ങൾ ഞാനൊന്ന് കാണട്ടെ, എനിക്കും കാണണം. ചെല്ല് ചെല്ല് ചെല്ല്, ചെല്ലടി ചെല്ലടി, പോ 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 എന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിനെ പറഞ്ഞു വിടാണ്. അപ്പൊ നന്ദു പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല സാർ, ഞാൻ എങ്ങനെയാ അപ്പൊ അങ്ങനെ ചെയ്യുന്നത്? നീ ഇങ്ങനെ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാനാ ദേ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തത്. ആ ഇനി പലതും ചെയ്യാനിരിക്കുന്നു, ഇനി കാണിക്കാനിരിക്കുന്നു. ഇവിടെയൊക്കെ മനഃശക്തിയാ വേണ്ടത്. ഈ പരിശീലനങ്ങൾ തരുന്നത് മനഃശക്തി കിട്ടാൻ വേണ്ടിയാ. മനഃശക്തിയോടുകൂടി തന്നെ പ്രയത്നിച്ച് നേരെ നേരെ പോയി ബോള് ഇട്ട് എറിഞ്ഞ് ആ ഇതിലേക്കൊക്കെ വീഴിക്കാൻ നോക്കിയോ. ചെല്ല് 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 ചെല്ല്. അത് പിന്നെ സാറിനെ പരാജയപ്പെടുത്താൻ നോക്കുന്നതാണോ? ഞാനിവിടുന്ന് പരാജയപ്പെട്ട് പുറത്തു പോകണം, അതല്ലേ സാറിന്റെ ലക്ഷ്യം? ഓ, നിന്നെ പരാജയപ്പെടുത്തിയിട്ട് എനിക്ക് എന്തിനാ? നിന്നോട് പറഞ്ഞത് ബോൾ പോയി ബാസ്ക്കറ്റിനകത്ത് ഇടാനാണ്. ചെല്ല് ചെല്ല്, ഇടിട്. കയ്യിലൊരു ബോൾ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പോ. അതും ഇവിടുന്ന് തട്ടി 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 വേണം പോകാൻ. പാവം നമ്മുടെ നന്ദു എന്താ അവിടുന്ന് ബോൾ ഇങ്ങനെ തട്ടി തട്ടി ഒരു ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ പുള്ളിക്കാരൻ ഇതിന്റെ വീഡിയോ എടുത്ത് നേരെ നമ്മുടെ വേണുവിന് അയച്ചു കൊടുക്കുന്നുമുണ്ട്. പുള്ളിക്കാരന് ഒരു രസം, വേണുവിനും ഒരു രസം. പാവം നമ്മുടെ നന്ദു ആണല്ലോ ഇതിന്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ അനാമിക ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി ചെന്നിട്ട്, അതെ മോളെ, മോൾക്ക് അവൾമാരുടെ വീട്ടുകാരെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ആ അഹങ്കാരി പെണ്ണിവിടെ ഇല്ലല്ലോ. ആ നിലയ്ക്ക് ഇന്ന് നൂലുകെട്ടിന് മോളും കൂടെ വരണ്ടേ? ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല. ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറയും. അത് കേൾക്കാൻ അമ്മയുടെ മോന് ഭയങ്കര ഇൻട്രസ്റ്റാ. പക്ഷെ അതെനിക്ക് കാണാനാ പ്രയാസം. ആ അത് സത്യ ജാനകി മോള് പറയുന്നത്. ഏത് പെൺകുട്ടികളാണെങ്കിലും അതൊന്നും സഹിക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, ഓ നീ രണ്ടും കൂടി പറയല്ലേ, നീ അല്ലേ പറഞ്ഞത് നൂലുകെട്ടിന് മോളെ കൊണ്ടുപോകണമെന്ന്? അത് ഞാൻ പറഞ്ഞു. അന്ന് വെച്ചാൽ എന്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടല്ലേ. ആ കുട്ടിയോടും അതിന്റെ അമ്മയോടും അപ്പച്ചിക്ക് സ്നേഹമുണ്ടോ? എനിക്ക് കുഞ്ഞിനോട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളോട് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞിനോട് കുഴപ്പമില്ലാതായല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി ചോദിച്ചല്ല, നീ പിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നതോ അവളെ? അത് പിന്നെ അച്ഛനെ അമ്മേനെയും ബോധിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ലേ, അല്ലാതെ സ്നേഹം ഉണ്ടായിട്ടുമല്ലോ ഞാൻ പോകുന്നതാണോ? അതെ മോള് വരുന്നില്ലെങ്കിൽ വരണ്ട. ഇനി അതിന്റെ കാരണം അനിയുടെ മുത്തച്ഛനോട് പറഞ്ഞേക്കണം. മുത്തച്ഛനോട് കാര്യങ്ങളൊക്കെ തിരക്കിയതാ. അപ്പൊ ഞാൻ പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു. ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട എന്ന് മുത്തച്ഛനും മുത്തച്ഛയും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, മോള് വരണ്ട. എന്ത് ചെയ്യാനാ മോള്? അനാമിക മോളുടെ അച്ഛനും അമ്മയൊക്കെ പങ്കെടുക്കേണ്ട ചടങ്ങല്ലായിരുന്നോ? പക്ഷെ അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടതേ നിന്റെ മോനല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, അവന് യാതൊരു വക തിരിവൂല. അനി മോനോട് ചോദിച്ചോ ഇന്ന് വരണമെന്ന്? ഇല്ല. അവൻ എന്നോട് ചോദിക്കുവോ? ഞാൻ അവന് വരാത്തതാണല്ലോ ഇഷ്ടം. ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ പ്രസൻസ് ഒക്കെ അവന് കിട്ടൂലോ. ചിലപ്പം അവളുടെ മുറിയിൽ അവൻ അതിനു വേണ്ടി കയറി ഇന്നും വരും. ഇവിടെ ഒരുത്തി ഭാര്യയായിട്ട് അടുത്തിരുന്നാലേ അവൻ എന്നെ കാണാറ് പോലുമില്ല. അത് പിന്നെ എല്ലാം ശരിയാവും മോളെ. അവിടെ ചെല്ലുമ്പോൾ നന്ദുവിന്റെ കാര്യമല്ലോ സംസാരിച്ചാൽ അതിനുള്ള മറുപടി ഈ അമ്മ കൊടുത്തോളാം. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പൊ ജലജ പറഞ്ഞു, എന്നാ പിന്നെ ബാ നമുക്ക് പോകാൻ ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജലജ ജാനകിനെയും കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയല്ല അനാമിക പറഞ്ഞു കേട്ടോ, നിങ്ങൾക്കൊന്നും തോന്നരുത്, എനിക്ക് ആ വീടിന്റെ പരിസരത്ത് വരുന്ന പോലും ഇഷ്ടമല്ല, അതും കൊണ്ടാ. അപ്പൊ ജലജ പറയുന്നുണ്ട്, നന്ദു ഇല്ലാത്തത് കൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക്. അവളവിടെ ഉണ്ടായിരുന്നെങ്കിലേ മോളെ ഞാൻ വിളിക്കത്തില്ലായിരുന്നു. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോയിട്ട് വാ. എന്നാ പിന്നെ ശരി മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയും ജാനകിയും കൂടെ അങ്ങ് പോവുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുക.
അതുമാത്രമല്ല കുറച്ച് സന്തോഷമുണ്ട്. എനിക്കിന്നേ ചുറ്റിക്കറങ്ങാൻ പറ്റിയ ദിവസമാണ്. എന്നെ സ്നേഹിക്കുന്ന ആൺകുട്ടി വീടിന് പുറത്തുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഇവർക്കൊപ്പം പോകുന്നത്? അവനുമായിട്ട് നല്ല മുഹൂർത്തങ്ങൾ കണ്ടെത്തുക, നല്ല മുഹൂർത്തങ്ങൾ കണ്ടെത്തി അവനുമായിട്ട് ചുറ്റിക്കറങ്ങുക, അതാ ഇനി എൻ്റെ ലക്ഷ്യമെന്ന്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നവരുടെ നയനയും ആദർശനെയാണ്. അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും ചന്തുമോളും ഇരിക്കുമ്പോൾ നയനയും ആദർശവും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഇവര് ഒരുങ്ങിയൊക്കെയാണ് ചെല്ലുന്നത് 28 കെട്ടിന് പോകാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, മുത്തച്ഛൻ ഞങ്ങൾ ഇന്നലെ പോകേണ്ടതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ ഇറങ്ങുക. ആ, അത് വേണം മോനെ, ഇന്നത്തെ ദിവസം നിങ്ങളല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ആ, അതെ അതെ, അദ്ദേഹം പറഞ്ഞത് ശരിയാ മോളെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അതെ, കനകയും ഗോവിന്ദനൊക്കെ ചോദിക്കും ഞങ്ങൾ എന്താ വരാത്തതെന്ന്. അപ്പം നല്ല സുഖമില്ലെന്നങ്ങ് ഒരു കള്ളം പറഞ്ഞാൽ മതി, എന്റെ അവസ്ഥയൊക്കെ അവർക്ക് അറിയാമല്ലോ. അപ്പൊ നയന പറഞ്ഞു, അവിടെ ചെന്നതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നാ എന്റെ പേടി. അത് അത് പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജലജയുടെ നാവിനെ എല്ലാവരും പേടിച്ചാൽ മതി, ജലജയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വസന്തര ഇങ്ങനെ പറയാണ്. അപ്പൊ നയന പറഞ്ഞു, അല്ല, അമ്മയും അത്രയ്ക്ക് രസത്തിലൊന്നും അല്ല വരുന്നത്. അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്തായാലും എല്ലാവരും എല്ലാം ഉടനെ അറിയണം മോളെ, അത് അറിഞ്ഞിരിക്കണം. ആ, ഇതുപോലെയുള്ള സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പം മോളുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാത്തത് നല്ലത്. നമുക്ക് അതിനൊക്കെ സാവകാശമുണ്ട്. ആ, എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം മുത്തച്ഛ എന്നും പറഞ്ഞ് നയനിയും ആദർശവും അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്തുമോള് ഇങ്ങനെ വിഷമിച്ചിരിക്കാം. അപ്പൊ വസന്തര ചോദിച്ചു, മോളുടെ നയനാമ്മ പോയപ്പോ മോക്ക് സങ്കടമായോ? എനിക്ക് സങ്കടമായി മുത്തശ്ശി. ഏയ്, അത് സാരമില്ല കേട്ടോ. അതെ, എത്ര പെട്ടെന്ന് മോള് നയനുമായിട്ട് അടുത്തത്. അതെ വസന്തരെ, ഇനി അങ്ങോട്ടേക്ക് നയനയല്ലേ മോളുടെ അമ്മ, അപ്പൊ പിന്നെ കൂടുതൽ അടുക്കുന്നത് നല്ലതാ. അതെ, ജൂൺ മാസമായി, ഇനി സ്കൂളിൽ പോകണ്ടേ? സാരമില്ല, ഒരു മാസം വൈകിയാലും കുഴപ്പമില്ല. മോള് നല്ല സ്കൂളിൽ തന്നെ പഠിക്കണം. മോക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് നയനാമ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട് ഇവിടെ. മോൾ എല്ലാവരും പഠിപ്പിച്ചോളൂ. അത്യാവശ്യം ഞങ്ങളും എന്തെങ്കിലും പറഞ്ഞു തരാം അല്ലേ? അല്ലേടോ, നമുക്കും പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പൊ വസന്തര പറഞ്ഞു, പിന്നല്ലാതെ, മോളുടെ സന്തോഷത്തോടു കൂടി മിടുക്കിയായിട്ട് ഇവിടെ ഇരുന്നാൽ മതി. മോക്കെല്ലാം ഇവിടെ കിട്ടും. മോള് പഠിക്കണം, പഠിച്ച് പഠിച്ച് മിടുക്കിയാകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനെ കാണിക്കപ്പം ഗോവിന്ദൻ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നവ്യ വന്നിട്ട് നയനയും ആദർശേട്ടനും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിരുന്നു. എത്തേണ്ട സമയമായിരുന്നു. അപ്പൊ പറഞ്ഞു തീർന്ന് വായിടത്തില്ല. അതിനു മുമ്പ് നമ്മുടെ നയനയും ആദർശം കൂടെ വന്നു കേട്ടോ. അപ്പൊ നവ്യക്ക് ഭയങ്കര സന്തോഷമായി. നവ്യ ഓടി നയനയുടെ അടുത്തേക്ക് ചെല്ലാണ്. പക്ഷെ ആദർശനെ കണ്ട് വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നവ്യക്ക്. കാരണം വേറൊന്നുമല്ല, നവ്യക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാലോ. സത്യങ്ങളല്ല, പച്ച കള്ളങ്ങളാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അഭിയെ. അപ്പൊ കയറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്, ആദർശേട്ട, ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കരുത്, നല്ല സന്തോഷത്തോടു കൂടി നിൽക്കണം. അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. എങ്കിലും നമ്മുടെ നവ്യക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ ആദർശനെ കണ്ടിട്ട്. കയറി വന്ന് ഉടനെ തന്നെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചാന്ന് നയന ചോദിച്ചപ്പം, ഒരുക്കങ്ങളൊക്കെ കഴിയാറായി, കുറച്ച് നീ വന്നിട്ട് ചെയ്യട്ടെ എന്ന് ഓർത്തു. അല്ല, അമ്മയുടെ പാചകം ഇതുവരെ തീർന്നില്ലേ? പാചകം തീർന്നില്ല, ഒന്നിലും തൃപ്തി വരാതെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ ആദ്യം അവിടെ പോയിന്ന് സഹായിക്കട്ടെ? സഹായിക്കാനൊക്കെ വരട്ടെ. അതെ, ഒരു കാര്യം ചെയ്യട്ടെ, നീ ഇങ്ങ് വന്നേ, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നവ്യ കൂട്ടിക്കൊണ്ട് പോയിട്ടോ നയനെ. ഈ സമയം നമ്മുടെ ആദർശ് അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ? കുറച്ച് പ്രശ്നങ്ങളൊക്കെ മോനുണ്ടെന്ന് പറഞ്ഞല്ലോ, ബിസിനസ്സിന് എന്തെങ്കിലും ഇടിവ് വന്നിട്ടുണ്ടോ? ഏയ്, ഇല്ലച്ചാ, ബിസിനസ്സിന് ഒരിടവും വന്നിട്ടില്ല. പിന്നെ എപ്പോഴും എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ അച്ഛാ. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കൊന്നുമില്ലല്ലോ. ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? ഇല്ല, തോന്നിയില്ല. അബിയും കൂടെ മാറിയത് കൊണ്ട് ഇനി എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് മോന്റെ വീട്ടിലേക്ക് വരാമല്ലോ. ആ, വരാ അച്ഛാ. അബിയുടെ അമ്മയ്ക്കും ജാനകിക്കും ഒക്കെ ചെറിയ എതിർപ്പുണ്ടെങ്കിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് മടങ്ങി പോരുമ്പം ഞങ്ങൾക്ക് നല്ലൊരു തൃപ്തിയാ. അതൊക്കെ ഇനിയിപ്പോ ഉണ്ടാവൂലോ. ആ ഒരു തൃപ്തിക്ക് ഇനി ഒരു കുറവും ഉണ്ടാകരുത്, അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ പറയാ. ഈ സമയത്ത് നമ്മുടെ നവ്യ അകത്ത് വന്നിട്ട് ചോദിക്കുക നയനയോട്, നീ അഭിയെ വെറുതെ കുറ്റപ്പെടുത്തരുത്, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ട്. അതുകൊണ്ടാ ആദർശേട്ടന്റെ കാര്യം അവൻ എന്നോട് പറഞ്ഞത്. കേട്ടതൊക്കെ സത്യമാണോ? എനിക്കറിയണം. എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല അത് കേട്ടപ്പം. പക്ഷെ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. വേറെ ആരായിരുന്നെങ്കിലും ഞാനതൊക്കെ വിശ്വസിച്ചേനെ. പക്ഷേ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല, കരുതുന്നില്ല. അല്ല, അഭി നിന്നോട് എന്താ പറഞ്ഞത്? ചേച്ചിയോട് എന്താ പറഞ്ഞത്? വേറൊന്നുമല്ല, അവിടെ ചന്തുമോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടോ? ഉണ്ട്, അവിടെ അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അത് ആദർശേട്ടന്റെ കുട്ടിയാണോ നയനെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നീ എന്താ ഒന്നും പറയാത്തത്? നീ പറ, സത്യം പറ, അത് ആദർശേട്ടന്റെ കുട്ടിയാണോ? ഈ വിഷയത്തെക്കുറിച്ച് നീ എന്നോടൊന്നും പറയരുത്
അല്ല ചേച്ചി എന്നോടൊന്നും പറയരുത്, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അഭി പറഞ്ഞത് സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. സത്യമല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സത്യം ആണെന്നും പറയാൻ പറ്റില്ല. അല്ല നീ എന്നിട്ട് ആദർശേട്ടനോടൊപ്പം ഹാപ്പി ആയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആദർശേട്ടന് അത്ര സന്തോഷമൊന്നുമില്ല, എനിക്ക് മാത്രമേ സന്തോഷമുള്ളൂ. ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ഇതൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റുമോ? ആദർശേട്ടൻ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞാല് സഹിക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഭർത്താവിനൊരു തെറ്റ് പറ്റിയാല് നമ്മൾ ക്ഷമിക്കാതെ വിളിച്ചു കൂക്കിക്കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. വീട്ടിനകത്തുള്ളവളും നമ്മളും നാണം കെടും എന്നുള്ളതല്ലാതെ വേറെ ഒരു നേട്ടവും ഇല്ല. ഓ, നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അടക്കമുണ്ടല്ലോ ഇപ്പൊ അയാളെ കോടതി കയറ്റിയനെ. ഓഹ്, വേറെ അവിഹിതം പോലും അവിഹിതം. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ചേച്ചി. ആദർശേട്ടൻ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദർശേട്ടനെ ഇനി കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, തള്ളിക്കളയാനും പറ്റില്ല. ഓ, എന്നാലും ഇതിനൊക്കെ നിന്നെ കൊണ്ടേ നയനെ പറ്റത്തുള്ളൂ. എടി, എത്രമാത്രം നീ ആദർശേട്ടനെ വിശ്വസിച്ചതാ, സ്നേഹിച്ചതാ. മൂർത്തി മുത്തച്ഛന്റെ ഫോട്ടോ കോപ്പിയാണ് ആദർശേട്ടൻ എന്ന് എല്ലാവരും പറയുന്നത്, അകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ. എന്നിട്ട് ഇതാണോ മൂർത്തി മുത്തച്ഛന്റെ സ്വഭാവം? എന്നിട്ടാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഓ, ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് തിളച്ചു കയറും. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ കനക അകത്തേക്ക് കയറി വരുന്നത്. അപ്പം നയനെ കണ്ടതും ദേ അമ്മ വരുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പം നേരെ നമ്മുടെ കനക കയറി വന്ന് ഇവര് സംസാരം അങ്ങ് നിർത്തി. അപ്പൊ കനക പറഞ്ഞു, ആഹാ, എന്താ ചേച്ചി അനിയത്തി കൊണ്ട് ഒരു രഹസ്യം പറിച്ചില്ല? എന്താ, പറ, ഈ അമ്മയ്ക്ക് കേൾക്കണ്ടേ? ഒന്നുമില്ലമ്മേ. എന്നാ പിന്നെ അവരൊക്കെ വരാറായില്ലേ? ദേ ഇങ്ങോട്ട് ബാ, നമുക്ക് അവിടെ പോയി നിൽക്കാം. ചെല്ല്. അല്ല, പുറത്തൊരാള് ഇരിപ്പുണ്ടല്ലോ, ആദർശേട്ടൻ. മരുമോനെ കട്ടിപ്പത്തിലൊരു ചൂട് ചായ എടുത്ത് കൊടുത്തേരേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും മോൻ വന്നത്. നിനക്ക് എന്താ ഇപ്പം? അല്ല, മരുമോന് ജ്യൂസ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നല്ല മഴ സമയം, അപ്പൊ ജ്യൂസിനേക്കാൾ നല്ലതേ നല്ല ചൂട് ചായ ആയിരിക്കും, നല്ല കടുപ്പമുള്ള ചായ. പിന്നെ ആദർശേട്ടന്റെ മനസ്സിപ്പോ ചൂട് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ജ്യൂസ് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറഞ്ഞു, ഇവൾ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നയന ഇവളത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല അമ്മേ, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് നയനെ വിളിച്ചോണ്ട് അങ്ങ് പോവാണ്. നവ്യക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ, ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും നവ്യ ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ഇനിയിപ്പം നയന പറഞ്ഞതല്ലേ, വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനന്തപുരി തറവാട്ടിലെ എല്ലാവരും നമ്മുടെ നന്ദാവനത്തിന്റെ മുറ്റത്തൊക്കെ വന്നു കേട്ടോ. അപ്പൊ മുറ്റത്ത് വന്ന് അകത്ത് കയറുന്നതിന് മുമ്പ് നമ്മുടെ ജയനും അജയനും കൂടി ഒരു ക്ലാസ് എടുക്കുക. എല്ലാവരോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ വേറൊന്നുമല്ല, അവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ പറയരുത്, ആരും ഇതൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇവര് കയറി വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കയറി വരികയാണ്. ഭയങ്കര സന്തോഷമൊക്കെ. എല്ലാവരും ഒരുമിച്ച് ആദ്യമായിട്ടാട്ടോ നമ്മുടെ നന്ദാവനത്തിലേക്ക് എത്തുന്നത് തന്നെ. വന്ന ഉടനെ തന്നെ നമ്മുടെ ജാനകിയും ജലജയും കൂടി അങ്ങ് തുടങ്ങാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശിനെ അപമാനിക്കാനും അതുപോലെ തന്നെ ദേവയാനിനെ അപമാനിക്കാനൊക്കെ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അജയനും ജയനും ദേഷ്യം വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുത്തി ഇങ്ങനെ സംസാരിക്കും. കാരണം അവിടെ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനെയും നയനെയും നവ്യനെയും അതുപോലെ നമ്മുടെ കരകേനെയൊക്കെ അപമാനിക്കുന്ന പോലെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം ദേവയാനിയുടെ ആ മുഖത്തിന്റെ മാറ്റവും ദേഷ്യവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കനകയ്ക്കും എന്തോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.